പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിജീവനത്തിന്റെ കാലഘട്ടമായി ഈ കോവിഡ് കാലം എല്ലാവർക്കും തീരാവേദനകളും സഹനങ്ങളുമാണ് നൽകിയത്, അല്ലെ? എന്നാൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ വിശദീകരണത്തിന്റെ പാതയിലൂടെ നയിക്കാൻ അത് ഏറെ സഹായകരമാവുകയാണ് ചെയ്തത്. വിനോദത്തിനും പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ സിനിമ കാണാനുമായി നാം മാറ്റിവെച്ച ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ്, മറ്റു സോഷ്യൽ മീഡിയകൾ ഇവയെല്ലാം ധന്യപൂർണമായ ആ പുണ്യ നിമിഷം, അതെ, നമ്മുടെ കുടുംബങ്ങൾ ദേവാലയമായി മാറിയ അസുന്ദര നിമിഷം. ഈ ഒരു യുഗത്തിൽ പോലും നമ്മുടെ അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, മാതാധ്യാപകർ, വിഷ്വൽ ലീഗ് സംഘടനകൾ, അതുപോലെ തന്നെ ടീച്ചേഴ്സ്, യുവജനങ്ങൾ ഇവരെല്ലാവരും നമ്മുടെ ആത്മീയമായ ചിന്തകളെ വൈവിധ്യവും വിശിഷ്ടമായ രീതിയിൽ ഉണർത്തിയെടുക്കാൻ വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. അവയെ വിസ്മരിക്കുക അസാധ്യവുമാണ്. ഈ ദൗത്യം തന്നെയാണ് നമുക്കും ഈ ലോകത്തിൽ തുടരുവാനുള്ളത്. പിതാവ് യേശു ക്രിസ്തു വഴി ശിഷ്യന്മാരിലൂടെ ഏൽപ്പിക്കപ്പെട്ട് പിന്നീട് നമ്മളിലേക്ക് വന്ന ആ ദൗത്യം ഒരു നല്ല മിഷണറി ആയിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി സേവനം ചെയ്യുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ നാം സുവിശേഷം പ്രഘോഷിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് അഹംഭാവത്തിന് വകയില്ല. അത് നമ്മുടെ കടമയാണ്. ഒരു നല്ല പുത്രന്റെ ദൗത്യം നിറവേറ്റുക എന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അങ്ങനെ നമുക്ക് ഒരു നല്ല മിഷണറിയെ മാറാം. സത്യത്തിൽ ആരാണ് ഈ മിഷണറി? അതെ, ദൈവത്താൽ ഐക്യപ്പെട്ടവൻ. സത്യത്തിൽ എത്രയോ ഭാഗ്യവാന്മാരാണ് നാം എല്ലാവരും. വിശുദ്ധ കന്യകാമറിയത്തിന്റെയും അതുപോലെ തന്നെ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും അമ്മ ത്രേസ്യയുടെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ എല്ലാം ജന്മദിനത്താലും അതുപോലെ തന്നെ കാലം അക്യൂത്തിസ് എന്ന പുണ്യബാലന്റെ വിശദീകരണത്താലും ധന്യമാക്കപ്പെട്ട ഈ നവയുഗം ഏറെ വിനോദകരവും രസകരവും ധന്യപൂർണ്ണമാക്കാൻ വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഭീഷ്മയും വ്യാശ്വ. ഇത് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. അതിനു മുന്നോടി നമുക്ക് പ്രാർത്ഥന കാലം ആരംഭിക്കുക. ലിപി ക്ഷണിക്കുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിടാനും ബഹിരനായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചന്മാരെ, ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ്, മതാധ്യാപകരെ, മാതാപിതാക്കന്മാരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, കോവിഡ്-19 എന്ന മഹാമാരി ലോകത്തെ ആകെ കീഴടക്കിയിരിക്കുന്നു. ഹൈടെക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഊർജം കൊണ്ടിരുന്ന ലോകരാഷ്ട്രങ്ങൾ കോവിഡിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. സങ്കീർത്തനം 34:7 കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. ഈ വചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് മുന്നേറാം. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിക്കാൻ ലഭിക്കുന്ന വലിയ അവസരങ്ങളാണ് ഇതുപോലെയുള്ള കൾച്ചറൽ പ്രോഗ്രാമുകൾ. നമ്മെ എല്ലാവരെയും വ്യക്തിപരമായി അറിയുകയും നമ്മുടെ ആത്മീയ വളർച്ചയിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവുമായ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ തോമസ് തിരുപറമ്പിലിനെ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അടപ്പൂരച്ഛനെയും വിശ്വാസ പരിശീലന രംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കൊച്ചന്മാരായ ജോർജ് പിച്ചാണിക്കുന്നേലച്ഛനെയും ജോസഫ് മടത്തിലച്ഛനെയും ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മെ ഒത്തിരി സ്നേഹിക്കുകയും വിശ്വാസത്തിൽ അടിയുറച്ചു വളരുവാൻ അക്ഷീണം പ്രവർത്തിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ജസീന സിയെ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ ജീവിതത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി നല്ല ക്ലാസുകൾ ഞങ്ങൾക്കായി ഒരുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ മത അധ്യാപകർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. മുഴുവൻ സമയവും ഭവനങ്ങളിലായിരിക്കുന്ന നമ്മെ വളരെ കരുതലോടെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഞങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു കൊണ്ട് ആഗോള മിഷൻ മധ്യസ്ഥയും തിരുസഭയിലെ വേദപാരംഗതയുമായി എഴുതപ്പെട്ട വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ചെറുപുഷ്പം ശിലയിന്റെ മധ്യസ്ഥ കൂടിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പരിചയപ്പെടുത്തുന്നതിനായി എന്റെ സഹപാഠിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കണ്ടെത്തിയവൾ, ഈശോയുടെ കയ്യിലെ കളിപ്പൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചവൾ വിശുദ്ധ കൊച്ചു ത്രേസ്യ. 1873 ജനുവരി 2-ാം തീയതി ലൂയി മാർട്ടിന്റെയും സെലിഗറിന്റെ മകളായി അലൻസോണിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യ പൂജാതിയായി. നന്നേ ചെറുപ്രായത്തിൽ അമ്മയെ നഷ്ടപ്പെട്ട കൊച്ചു ത്രേസ്യയെ വളർത്തിയത് അവളുടെ പിതാവായ ലൂയി മാർട്ടിനായിരുന്നു. വളരെ ചെറുപ്രായത്തിൽ തന്നെ സന്യാസ ജീവിതം തിരഞ്ഞെടുത്ത വിശുദ്ധ കൊച്ചു ത്രേസ്യ 15-ാം വയസ്സിൽ തന്റെ 2 സഹോദരിമാരോടൊപ്പം കർമ്മലീത്ത മഠത്തിൽ പ്രവേശിച്ചു. ഏത് കൊച്ചുകാര്യവും ഈശോയോടുള്ള അഗാധമായ സ്നേഹത്താൽ ചെയ്യാൻ അവൾക്ക് സാധിച്ചു. തന്റെ സഹനങ്ങളെല്ലാം അവൾ സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങി. ജീവിതത്തിന്റെ അവസാന ഭാഗം അവൾ ക്ഷയരോഗത്താൽ ക്ലേശിച്ചു. അങ്ങനെ 1897 സെപ്റ്റംബർ 30-ാം തീയതി ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന് ഉച്ചരിച്ചുകൊണ്ട് കൊച്ചു ത്രേസ്യ സ്വർഗത്തിലേക്ക് യാത്രയായി. സ്വർഗത്തിൽ നിന്ന് താൻ റോസാപുഷ്പങ്ങൾ വർഷിക്കുമെന്ന അവളുടെ വാഗ്ദാനം ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. 1925 മെയ് 17-ന് 6-ാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. വിശുദ്ധിയുടെ പടവുകൾ കേവലം 24 വർഷത്തെ ജീവിതം കൊണ്ട് സാധ്യമാക്കിയ വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നമുക്കും സഞ്ചരിക്കാം. നന്ദി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ള സൺഡേ സ്കൂൾ അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഒക്ടോബർ മാസം ജപമാല മാസം. ഈ മാസത്തിൽ 10-ാം ക്ലാസ്സിലെ കുട്ടികൾ അണിയിച്ചൊരുക്കുന്ന കലാവിരുന്നിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ മിഷൻ ലീഗിന്റെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളും മിഷൻ ഞായറും ആഘോഷിക്കുവാൻ ഈ ഒക്ടോബർ മാസം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അനേകം വിശുദ്ധരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഈ ഒക്ടോബർ മാസം അനുഗ്രഹീതമായ മാസമാണ്. ഈ അനുഗ്രഹീത മാസത്തിൽ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നല്ല ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. 10-ാം ക്ലാസ് ജീവിതത്തിൻ്റെ ഒരു നാൽക്കവലയിലേക്ക് എത്തിയിരിക്കുന്ന സമയമാണ്. പ്രിയമുള്ള 10-ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ജീവിതം കർത്താവിന് സ്വീകാര്യമുള്ളതാകട്ടെ. വിശ്വാസ പരിശീലന രംഗത്തും അനുദിനമുള്ള മറ്റ് ജീവിത സാഹചര്യങ്ങളിലും നല്ല ദൈവ അനുഗ്രഹം നിങ്ങൾക്കെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവത്തെ അറിയുവാൻ, വിശ്വാസത്തിൻ്റെ മാറ്റ് ഉരച്ചറിയുവാൻ, വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ ഈ കാലഘട്ടം നിങ്ങൾക്കിടയാകട്ടെ. ഇന്ന് നിങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന എല്ലാ പരിപാടികളും അനുഗ്രഹദായകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇതിന് നേതൃത്വം നൽകുന്ന റീന ടീച്ചറിനെയും സിനി ടീച്ചറിനെയും സ്റ്റെല്ല ടീച്ചറിനെയും നിങ്ങൾ ഓരോരുത്തരെയും 10-ാം ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥികളെയും ആത്മാർത്ഥതയെ അഭിനന്ദിക്കുന്നു. നല്ല ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക്
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 1947 ഒക്ടോബർ 3 ഭാരതത്തിന്റെ ലിസിയോ എന്നറിയപ്പെടുന്ന ഭരണങ്ങാനത്തിൽ രൂപം കൊണ്ട ഒരു സംഘടനയാണ് ചെറുപുഷ്പം മിഷൻ ലീഗ്. പ്രേക്ഷിത സ്വനം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ മാധ്യസ്ഥതയിൽ ബഹുമാനപ്പെട്ട മാരിപ്പറമ്പിൽ അച്ഛന്റെ നേതൃത്വത്തിൽ പ്രേക്ഷിത വിഷ്ണുദയാൽ നിറഞ്ഞ കുഞ്ഞേട്ടനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ഇന്ന് അത് വളർന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആത്മായ പ്രസിദ്ധ സംഘടനയായി മാറിയിരിക്കുന്നു. സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നിവ മുദ്രാവാക്യമായി സ്വീകരിച്ചു. താൻ ജീവിക്കുന്ന സമൂഹത്തിൽ ക്രിസ്തുവിനെ പകർന്നു നൽകാൻ, അവന്റെ പ്രേക്ഷിത ബലിയുടെ ഭാഗമാകാൻ ഒരു സമൂഹത്തെ നിരന്തരം സജ്ജമാക്കുക എന്നതാണ് സംഘടനയുടെ അടിസ്ഥാന ലക്ഷ്യം. പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം എന്നിവ മുഖമുദ്രയെ സ്വീകരിച്ചു. ഭാരതമേ നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ എന്ന ആപ്തവാക്യത്തിന് ജീവൻ പകരുന്ന ജീവസുറ്റ സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ്. ഓരോ മിഷനറിമാരും കൈകളിലേന്തുന്ന ചെമ്മഞ്ഞ പതാകയുടെ മഞ്ഞ നിറം ശാന്തിയെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു. പതാകയിലെ ചുമപ്പാകട്ടെ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവരെ സൂചിപ്പിക്കുന്നു. 1952 മെയ് മാസം 15 കുറവെല്ലങ്ങാട് വെച്ച് ആദ്യമായി മിഷൻ ലീഗിന്റെ പതാക ഉയർത്തി. കുഞ്ഞു മിഷനറി എന്ന പേരിൽ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആദ്യ മാസിക പുറത്തിറക്കി. അമേരിക്ക, UK അങ്ങനെ ഏതാനും ചില ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് മിഷൻ ലീഗ് പ്രവർത്തനം നടത്തി വരുന്നു. എല്ലാവർക്കും മിഷൻ ഞായർ ആശംസകൾ. നന്ദി. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകുത്തു നൽകി ദൈവമലിവോടെ. അമ്മയോടു ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മാധ്യസ്ഥം തേടിടുന്നു. ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ, ആവേ ആവേ മറിയ. സമൂഹ മാധ്യമങ്ങളെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നവരാണ് നമ്മൾ, അല്ലേ? എന്നാൽ ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും മധ്യസ്ഥനായ കാർലോയെ പറ്റി കേട്ടിട്ടുണ്ടോ? എല്ലാവരോടും പെട്ടെന്ന് കൂട്ടുകൂടുന്ന, എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള, സൈക്കിൾ സവാരി ഇഷ്ടപ്പെടുന്ന, ഫുട്ബോൾ കളിക്കുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, അങ്ങനെ 21-ാം നൂറ്റാണ്ടിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തിയ, എന്നാൽ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുകയും ഈശോയോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിരുന്ന ഒരു അടിപൊളി പയ്യൻ. അതെ, പുതിയ കാലത്തിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന കാർലോ അക്വിറ്റിസ്. 1991 ഇംഗ്ലണ്ടിൽ ജനിച്ച് ദിവ്യകാരുണ്യ ഈശോയോടുള്ള അഗാധമായ ഭക്തിയിൽ ജീവിച്ച് 2006 മരണമടഞ്ഞ ഈ ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടറിനെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പഠിച്ച തന്റെ 11-ാം വയസ്സു മുതൽ ലോകത്തിൽ നടന്ന സഭ അംഗീകരിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് ഇന്റർനെറ്റിൽ ഒരു സൈറ്റ് ഉണ്ടാക്കി. 2.5 വർഷം കൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റിയുള്ള ഒരു വിർച്വൽ ലൈബ്രറിയും തയ്യാറാക്കി. ഒരു സാധാരണ പയ്യനായ കാർലോയുടെ ഈ പ്രവൃത്തി ഒത്തിരി പേര് ദിവ്യകാരുണ്യത്തോട് ചേർത്ത് നിർത്താൻ കാരണമായി. മക്കൾ ഇന്റർനെറ്റിന് അഡിക്റ്റഡ് ആണ്, പഠിക്കാൻ പിന്നിലാണ് എന്നൊക്കെ മാതാപിതാക്കൾ സങ്കടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ കാർലോ വ്യത്യസ്തനാവുകയാണ്. മീഡിയ അവൻ നന്നായി പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിച്ചു. ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ലാത്ത അൾത്താരപാലനായി ശുശ്രൂഷ ചെയ്തിരുന്ന കാർലോ തന്റെ 15-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിൽ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ പോലും തന്റെ വേദനകളെല്ലാം മാർപ്പാപ്പയ്ക്കും തിരുസഭയുടെ മഹത്വത്തിനും വേണ്ടി സമർപ്പിച്ചാണ് മരിച്ചത്. കാർലോയുടെ മധ്യസ്ഥതയിൽ ഒരു ബ്രസീലിയൻ ബാലന് ലഭിച്ച അത്ഭുത രോഗശാന്തി ഇന്ന് അവനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമുക്കും മീഡിയയെ നന്നായി പ്രയോജനപ്പെടുത്താം, അല്ലേ? ഓക്കെ, അതിന് എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
വിശുദ്ധ ഫ്രാൻസിസ് അസിസി. 1181 ഇറ്റലിയിലെ അസിസിയിൽ ഫ്രാൻസിസ് ജനിച്ചു. പിതാവ് ധനികനും പട്ടുവസ്ത്ര വ്യാപാരിയുമായിരുന്ന പീറ്ററിന്റെയും മാതാവ് പീക്കായുടെയും മൂത്ത മകനാണ് ഫ്രാൻസിസ്. അമ്മ മകനെ ദൈവപ്രീതിയിലും സുഹൃതങ്ങളിലും വളർത്തി. ലൗകികമായി പ്രശസ്തനായ ഒരു പുത്രനെയാണ് പീറ്റർ സ്വപ്നം കണ്ടത്. അതിനാൽ കച്ചവടക്കാര്യങ്ങൾ മകനെ നിയോഗിച്ചു. ധനവും സ്വാതന്ത്ര്യവും കിട്ടിയപ്പോൾ ഫ്രാൻസിസ് ലോക ആഡംബരങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകി ജീവിച്ചു. 1722 സൈനിക സേവനത്തിന് ഫ്രാൻസിസ് പുറപ്പെട്ടു. എന്നാൽ പരാജിതനും രോഗിയുമായാണ് ഫ്രാൻസിസ് തിരിച്ചെത്തിയത്. ദൈവസ്നേഹം നിറഞ്ഞ ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. കൂട്ടുകാരുമൊത്ത് ഉല്ലസിച്ചിരുന്ന ഒരു രാത്രി ഫ്രാൻസിസ് ദൈവസ്വരം ശ്രവിച്ചു. ആരെ സേവിക്കുകയാണ് ഉത്തമം, യജമാനനെയോ ദാസനെയോ? യജമാനനെ എന്ന് ഫ്രാൻസിസ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ വീട്ടിലേക്ക് മടങ്ങൂ, എന്താണ് ധാരണീയമെന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ദൈവസ്വരം ശ്രവിച്ച ഫ്രാൻസിസ് വളരെയധികം പ്രാർത്ഥിച്ചു. ഭിക്ഷുക്കളെ സഹായിക്കാൻ തൽപരനായി. എന്നാൽ ദാനധർമ്മം പിതാവ് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ ഫ്രാൻസിസിന്റെ ദരിദ്രരോടുള്ള അനുകമ്പ ഹൃദയത്തിൽ അന്തർലീനീയമായി കിടന്നിരുന്നു. തന്നിമിത്തം പിതാവിന്റെ കടയിൽ നിന്ന് പണവും വസ്ത്രവുമൊക്കെ ദരിദ്രർക്ക് നൽകി. ദരിദ്രരെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ ആശ്ലേഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഈശോയ്ക്ക് ചെയ്യുന്നത് പോലെയാണ് ഫ്രാൻസിസിന് അനുഭവപ്പെട്ടത്. ഇപ്രകാരം നവജീവിതം ആരംഭിച്ച ഫ്രാൻസിസ് ദീർഘകാലം ദേവാലയത്തിൽ പ്രാർത്ഥനയുമായി കഴിഞ്ഞു. ദിവ്യകാരുണ്യനാഥന് സ്വയം സമർപ്പിച്ച ഫ്രാൻസിസ് 6ാം പട്ടം വരെ സ്വീകരിച്ചു. വിനയം നിമിത്തം പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 1221 അൽമായ ഗണത്തിന് തിരുസഭ ഔദ്യോഗിക അംഗീകാരം നൽകി. ഈശോയുടെ ജനനം ചിത്രീകരിച്ച് പുൽക്കൂട് നിർമ്മാണം ആരംഭിച്ചത് ഫ്രാൻസിസ് ആണ്. 1226 ഒക്ടോബർ 3-ാം തീയതി സായാഹ്നത്തിൽ 142-ാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് തറയിൽ കിടന്നാണ് ഫ്രാൻസിസ് ലോകത്തോട് വിട പറഞ്ഞത്. 1228 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതം നമുക്കും ഒരു മാതൃകയാവട്ടെ. നന്ദി, നമസ്കാരം. രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ. എന്താ ചേച്ചി പ്രശ്നം? ഒരു പ്രശ്നമില്ല, നീ നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നാ മതി. വീട്ടിലെ പണി ഒന്നും ചെയ്യണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നത് നല്ല കാര്യമല്ലേ ചേച്ചി? ഞാൻ ഈ മാതാവിന്റെ അടുത്താ പ്രാർത്ഥിച്ചത്. ഒക്ടോബർ മാസത്തില് മാതാവിന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? നീ പോയി പ്രാർത്ഥിക്കാണ്ട തുണിയെല്ലാം അലക്കിടാൻ നോക്ക്. എനിക്കാണെങ്കിൽ പുറത്തു പോവാനുള്ള. ശരി ചേച്ചി, ഞാൻ പോയി അലക്കിടാം. ഹലോ, എന്താ പറ്റിയേ? അയ്യോ, എന്താ പറഞ്ഞിട്ട്? എന്നാ ശരി, ഞാൻ വിളിക്കാം. എന്താ ചേച്ചി പറ്റിയത്? ചേച്ചിയുടെ മുഖത്ത് ഭയങ്കര ടെൻഷൻ ഉണ്ടല്ലോ. അത് പിന്നെ അങ്കിളിന് കൊറോണ വന്നു. എന്നിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ICUയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? അങ്കിളിന് പെട്ടെന്നൊന്ന് സുഖം പ്രാപിച്ചാൽ മതിയായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കോവിഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അങ്കിളിന് ഭയങ്കര സീരിയസ് ആണ് ഡോക്ടർ പറഞ്ഞത്. രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. ചേച്ചി, നമുക്ക് മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാലോ? അങ്കിളിന് പെട്ടെന്ന് സുഖം പ്രാപിക്കും. നീ ഒന്ന് പൊയ്ക്കേ. ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീ പോയി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചോണ്ട് പോകരുത് പ്ലീസ്. ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. നമുക്ക് മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. മാതാവിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. വാ ചേച്ചി പ്ലീസ്. ഇത് എന്ത് കാര്യമുണ്ട്? എന്നാ വാ, പോയി പ്രാർത്ഥിക്കാം. ഓ എന്റെ മാതാവേ, അങ്ങനെ പെട്ടെന്ന് സുഖം പ്രാപിക്കണേ. എന്റെ ചേച്ചി അങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. മാതാവിന്റെ അടുത്ത് കൈ കൂപ്പി കണ്ണടച്ച് ഭക്തിയോടെ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ച മാതാവ് നമുക്ക് എന്തും തരും. എന്റെ മാതാവേ, അങ്ങനെ കാത്തോടെ, അങ്ങനെ ഒരു അബദ്ധം വരുത്തല്ലേ മാതാവേ. എല്ലാ പ്രശ്നങ്ങളും നേരെയാക്കി തരണമേ മാതാവേ. മാതാവേ കാത്തോണേ മാതാവേ. ഹലോ, ആണോ?
മാറ്റമുണ്ടല്ലോ. ഐസിയുവിന് നാളെ തന്നെ മാറ്റമായിരിക്കും. ഓ, മാതാവ് കാത്തു. ഭാഗ്യം എല്ലാം മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതെ, നീ പറഞ്ഞതാ ശരി, എല്ലാം മാതാവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. നമുക്ക് മാതാവിനോട് ഭക്തിയായിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഏത് പ്രതിസന്ധിയെ നേരിടാൻ പറ്റും. മാതാവേ, ഈ കൊറോണ പ്രതിസന്ധി എല്ലാവരെയും നീ കാത്തു പരിപാലിക്കണമേ. ആരോഗ്യ പ്രവർത്തകരെയും പോലീസുകാരെയും എല്ലാവരെയും നിന്റെ നീളങ്ങിക്കുള്ളിൽ നീ പൊതിയണമേ മാതാവേ. ലോകത്തെ മുഴുവൻ നീ സംരക്ഷിക്കണമേ മാതാവേ. ഏത് പ്രതിസന്ധിയിലും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പര്യായമായി മാതാവ് എപ്പോഴും നമ്മുടെ കൂടെ കാണും. നമുക്ക് മാതാവിനോട് ചേർന്ന് ഈ കൊറോണ കാലത്തെ പ്രാർത്ഥന കൊണ്ട് അതിജീവിക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. യേശു ക്രിസ്തുവിൻ്റെ മാതൃക ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സഹനത്തിൻ്റെ തീച്ചൂളയിൽ എരിഞ്ഞു തീർന്ന നാളങ്ങളാണ് നമ്മുടെ വിശുദ്ധർ. ഈ വിശുദ്ധരിൽ നമുക്കേവർക്കും സുപരിചിതയായ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഫൗസ്റ്റീന. കരുണയുടെ അപ്പസ്തോല എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത്. ഈ വിശുദ്ധയെ പറ്റി കൂടുതലായി നമുക്ക് പരിചയപ്പെടാം. 1905 ആഗസ്റ്റ് 25 പോളണ്ടിൽ ഗ്ലോഗമീസ് എന്ന ഗ്രാമത്തിൽ കൊവാൽസ്കി എന്ന കുടുംബത്തിലാണ് മരിയ ജനിച്ചത്. ജ്ഞാനസ്നാന നാമം ഹെലൻ എന്നായിരുന്നു. മഠത്തിൽ ചേരണമെന്ന തൻ്റെ ആഗ്രഹം ആദ്യമൊക്കെ മാതാപിതാക്കൾ എതിർത്തെങ്കിലും പിന്നീട് സമ്മതം നൽകി. പരിശീലന കാലഘട്ടം കഴിഞ്ഞ് വ്രതാനുഷ്ഠാനം നടത്തിയപ്പോൾ മരിയ ഫൗസ്റ്റീന എന്ന പേര് സ്വീകരിച്ചു. 1931 ഫെബ്രുവരി 22 ഈശോ ഒരു പ്രത്യേക ദർശനം അരുളിക്കൊണ്ട് അവളെ തിരഞ്ഞെടുത്തു. തൻ്റെ വേദനകളും വിഷമങ്ങളുമെല്ലാം ഈശോയുടെ സഹനത്തോട് ചേർത്ത് വെച്ച് ലോക നന്മയ്ക്കായി അവൾ പ്രാർത്ഥിച്ചു. ഈ വിശുദ്ധയുടെ മാതൃക പിന്തുടർന്ന് നമുക്കും വിശുദ്ധിയിൽ വളരാം. ജയ് ക്രൈസ്റ്റ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, നമ്മൾ പലപ്പോഴും യൂട്യൂബ് വ്ലോഗ്സിലൊക്കെ കാണുന്നതാണല്ലേ എ ഡേ ഇൻ മൈ ലൈഫ്. അതുപോലെ ക്രിസ്ത്യൻ ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കണ്ടാലോ? നമ്മുടെ വ്ലോഗിലെ തന്നെ എസ്തപ്പാനാണ്. നമുക്ക് എസ്തു എന്ന് വിളിക്കാം. നമുക്ക് അവന് വ്ലോഗ് ഒന്ന് കേൾക്കാമോ? നമ്മുടെ എസ്തുവിന് പ്രത്യേകത ഉണ്ട്. എന്താണെന്നല്ലേ? നമ്മുടെ എസ്തു എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഭജനം ചൊല്ലി പ്രാർത്ഥിക്കും. അപ്പൊ നമുക്ക് എസ്തുവിന്റെ വ്ലോഗ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? എസ്തു അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റു. എന്നിട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ എസ്തു ചൊല്ലി വചനം ഇതായിരുന്നു. സങ്കീർത്തനം 119, 147. അതിരാവിലെ ഞാൻ ഉയർന്ന സഹായത്തിന് നിലവിളിക്കുന്നു. ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഈ വചനം ഇനി മുതൽ നിങ്ങളും ചൊല്ലി പരിശീലിക്കണേ. ഇനി അടുത്തത് നമ്മുടെ എസ്തു പല്ലേക്കാൻ പറ്റും. പല്ലേക്കാൻ നടന്നൊരു മനോഹരമായ വചനമാണ് ചൊല്ലിയത്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉത്തമഗീതം 4:2. രോമം കത്തിരിച്ച് കുളി കഴിഞ്ഞു വരുന്ന ആട്ടിൻകൂട്ടം പോലെ വെണ്മയുള്ളതാണ് നിന്റെ ദന്തനിര, അതൊന്നൊഴിയാതെ നിരയൊത്തിരിക്കും. ഇതാണ് നമ്മുടെ എസ്തു ചൊല്ലി പ്രാർത്ഥിച്ചത്. അങ്ങനെ നമ്മുടെ എസ്തു പഠിച്ചുകൊണ്ടിരുന്നപ്പോ ചെറുതായിട്ടൊരു അലസത വന്നു. അലസത വന്നു കഴിഞ്ഞപ്പോ അവന് ഏറ്റവും കൂടുതൽ പെവറിടുന്നത് എന്താ? വചനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ്. അപ്പൊ അവൻ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഏതാ വചനം? സഭാപ്രസംഗൻ 10:18 ചൊല്ലി പ്രാർത്ഥിച്ചത്. ഏതാ വചനം? ഉടമസ്ഥൻ അശ്രദ്ധനായാൽ മേൽക്കൂര ഇടിഞ്ഞു വീഴും, അവൻ അലസനായാൽ പുല ചോരും. ഈ വചനം ഇനി മുതൽ നിങ്ങളൊന്ന് ചൊല്ലി പരിശീലിക്കണം. അടുത്ത നമ്മുടെ എസ്തുവിന്റെ അമ്മ ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥന ഏതാണെന്നല്ലേ? അത് ഞാൻ മുമ്പ് പറഞ്ഞു തന്നായിരുന്നു. ഏതാ? സങ്കീർത്തനം 34:10 ചൊല്ലിയായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ നമ്മുടെ എസ്തു ഫുഡ് കഴിച്ച ശേഷം കളിക്കാൻ പോയി. കളിക്കാൻ നടത്തി അവനൊരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഏതാണെന്നല്ലേ? ദാനിയേൽ 6:23 ചൊല്ലി പ്രാർത്ഥിച്ചത്. തന്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് അവനൊരു പോളും ഏറ്റതായി കണ്ടില്ല. അങ്ങനെ നമ്മുടെ എസ്തു കളിക്കാൻ പോയ ശേഷം കുളിക്കാൻ വന്നു കയറി. കുളിക്കാതെ ഒരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഏതാ വചനം? സങ്കീർത്തനം 51:10. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണേ. ഈ വചനം ഇനി മുതൽ നിങ്ങളും ചൊല്ലണം കേട്ടോ. അടുത്തത് നമ്മുടെ എസ്തു എന്നാ ചെയ്യാൻ പോയി? കുളി കഴിഞ്ഞിട്ട് ഉടുപ്പിടാൻ വന്നു. ഉടുപ്പിടാൻ നേരത്തെ ഏത് വചനം ചൊല്ലിയത്?
റോമ 13:4 ശരിയായിട്ട് പ്രാർത്ഥിച്ചത്. ഏതാ വചനം? കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കാത്ത വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനം ചെല്ലണോട്ടോ. അങ്ങനെ നമ്മുടെ എസ്തു പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും 7 മണിയായി. 7 മണിക്ക് എന്നാ പരിപാടി? പ്രാർത്ഥനയ്ക്ക് ഇരിക്കണം. പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവനൊരു വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. ഏതാ വചനം? സങ്കീർത്തനം 16:1. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങനെ ശരണം വെച്ചിരിക്കുന്നു. ഈ വചനം ചൊല്ലിയാട്ട് പ്രാർത്ഥിച്ചതാ. അടുത്ത നമ്മുടെ എസ്തു പ്രാർത്ഥന കഴിഞ്ഞ ഭക്ഷണം കഴിക്കാൻ പോകും. ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഞാൻ രാവിലെ പറഞ്ഞ പ്രാർത്ഥന ചെല്ലണോട്ടോ. ഏതാ? സങ്കീർത്തനം 34:10. സിംഹക്കുട്ടികൾ ഇരക്കിട്ടാതെ വിശന്ന് വലിഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ഇനി അടുത്ത നമ്മുടെ എസ്തു എന്നാ ചെയ്യാൻ പോയി? ഉറങ്ങാൻ പോയി. ഉറങ്ങാൻ നേരത്ത് നമ്മുടെ എസ്തു എന്നാ ചൊല്ലി പ്രാർത്ഥിച്ചു? വചനം തന്നെയാട്ടോ ചൊല്ലി പ്രാർത്ഥിച്ചത്. വചനം ഇങ്ങനെയായിരുന്നു. സങ്കീർത്തനം 4:8. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഇതാണ് നമ്മുടെ എസ്തുവിന്റെ ഡേ ഇൻ മൈ ലൈഫ്. അതുപോലെ ഈശോയെ കൂട്ടുപിടിച്ച നിങ്ങളുടെ ഓരോ ഡേ ഇൻ മൈ ലൈഫും അടിപൊളിയാക്കുക. താങ്ക് യു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പുതിയ കൃത്രിമ സമ്പ്രദായത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജപമാല ധ്യാനാത്മകമായി ചൊല്ലിയാൽ മതി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ജപമാലയെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. ഒക്ടോബർ മാസം ജപമാല മാസം. ഒട്ടനവധി വ്യക്തികളെയും കുടുംബങ്ങളെയും പറ്റി ഒട്ടനവധി വ്യക്തികളെയും കുടുംബങ്ങളെയും ജീവിതത്തിലേക്ക് പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുന്നതും ജപമാലയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. ക്രിസ്തു രഹസ്യങ്ങൾ ആദ്യം മുതൽ അന്ത്യം വരെ ഒരുപോലെ ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ കന്യകാമരത്തിന്റെ കരങ്ങൾ നാം എല്ലാവരും സംരക്ഷിതരാണ്. ജപമാലയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ കന്യകാമരത്തിലൂടെ നാം കർത്താവിന് സമർപ്പിക്കുന്നു. തന്റെ മകനെ കാരുണ്യവാനായ ഈശോ ആക്കിയ അമ്മ ആ മകനിലാണ് പൂർണ്ണ ആശ്രയം എന്ന സത്യം ജപമാലയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. നീ മാത്രമാണ് എന്റെ ഏക ആശ്രയം എന്ന ബോധ്യത്തോടെ കർത്താവിന്റെ തിരുസന്നിധിയിൽ എല്ലാ രഹസ്യങ്ങളും ഉൾച്ചേർന്നുകൊണ്ട് ഈ ഒക്ടോബർ മാസം ജപമാലയ്ക്കായി നമുക്ക് പങ്കുചേരാം. ആമേൻ. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.
ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ലോകത്തിലുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ തന്നിലേക്ക് അടുപ്പിച്ച ലൂർദിലേക്കാണ് ഈ യാത്ര. ലൂർദിലെ വിശുദ്ധ ബർണദത്ത ഫ്രാൻസിന്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഒരു ചെറു പട്ടണമായിരുന്നു ലൂർദ്. പട്ടണം എന്ന വിശേഷണമൊന്നും അക്കാലത്ത് ലൂർദിന് യോജിക്കുന്നതല്ല. അവിടെ ഫ്രാങ്കോ ലൂയിസ് ദമ്പതികളുടെ മൂത്ത മകളായിട്ടാണ് 1844 മരിയ ബർണദത്ത് സൗറബസ് ജനിക്കുന്നത്. പട്ടണങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്ന ജോലിയായിരുന്നു ബർണദത്തയുടെ പിതാവിൻ്റേത്. അതോടൊപ്പം ധാന്യങ്ങൾ പൊടിക്കുന്ന ഒരു മില്ലും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നത്. ചെറുപ്പം മുതൽ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ബർണദത്ത വീട്ടുജോലികളെല്ലാം ഉത്സാഹത്തോടെ ചെയ്തു പോന്നു. ഒരു ദിവസം വിറക് ശേഖരിക്കുവാൻ കൂട്ടുകാരോടൊപ്പം പോയപ്പോൾ അടുത്തുള്ളൊരു ഗുഹയിൽ വെച്ച് ആദ്യമായി മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. താൻ കണ്ട അത്ഭുത കാഴ്ച കൂട്ടുകാരോട് അവൾ വിശദീകരിച്ച് പറഞ്ഞു. അതവർ ആരോടും പറയരുതെന്ന് തീരുമാനിച്ചു. എങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്കിടെ അവൾ അസ്വസ്ഥതയായി കരയുവാൻ തുടങ്ങി. കാര്യമെന്തെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവളുടെ സഹോദരി അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറഞ്ഞു. ഇതെല്ലാം അവളുടെ മിഥ്യാധാരണയാണെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയും മസബലിലേക്ക് ഇനി പോകരുതെന്നും അവളോട് പറഞ്ഞു. പക്ഷേ താൻ കണ്ട സ്ത്രീയെക്കുറിച്ച് അവൾ അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. അമ്മയ്ക്ക് അവളുടെ വാക്കുകൾ വിശ്വസിക്കാമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അടുത്ത ഞായറാഴ്ച മസബലിലേക്ക് പോകാനുള്ള അനുവാദവും നൽകി. ഫെബ്രുവരി 14 വീണ്ടും മസബലിലേക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ അവൾ തുടങ്ങി. പിന്നീട് അവൾ ഗ്രോട്ടോയുടെ അരികിലേക്ക് പോയത് ഫെബ്രുവരി 18 അന്നു മുതൽ തുടർച്ചയായി 15 ദിവസം അവിടേക്ക് വരാൻ മാതാവ് അവളോട് ആവശ്യപ്പെട്ടു. അവളുടെ ദർശനം പട്ടണത്തിൽ വലിയ കോളിളക്കം ഉണ്ടാക്കി. നിയമപാലകർ അവളെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടുപോയി. അവർ ഭീഷണിപ്പെടുത്തിയെങ്കിലും താൻ കണ്ട കാഴ്ചയെ പറ്റി മാറ്റി പറയാൻ അവൾ തയ്യാറായില്ല. അടുത്ത ദിവസം അവളുടെ വാക്കുകൾ കേട്ട് 200ഓളം പേർ അവിടേക്ക് പോയി. ആ പ്രത്യക്ഷപ്പെടലിൽ മാതാവ് അവിടെ ഒരു നീരുറവ മറഞ്ഞു കിടക്കുന്നുണ്ടെന്നും ആ ജലം കൊണ്ട് കഴുകി സ്വയം ശുദ്ധി വരുത്താനും പറഞ്ഞു. അതോടൊപ്പം അവിടെയുള്ള ഒരു കുറ്റിച്ചെടിയുടെ ഇലകൾ ഭക്ഷിക്കാനും മാതാവ് അവളോട് ആവശ്യപ്പെട്ടു. അവൾ മാതാവ് പറഞ്ഞതുപോലെ മണ്ണ് നീക്കം ചെയ്ത് ആ ചെളി പോലുള്ള മണ്ണ് മുഖത്തും കയ്യിലും പുരട്ടാൻ തുടങ്ങി. ഇത് കണ്ട് അവളുടെ അമ്മ നിലവിളിച്ചുകൊണ്ട് അവളെ വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി. പക്ഷേ അവളുടെ വാക്കുകൾ വിശ്വസിച്ച് നിന്നവർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മുമ്പിലേക്ക് അത്ഭുതത്തിന്റെ വാതിൽ തുറന്നു. ബർണദത്ത മണ്ണ് നീക്കം ചെയ്ത സ്ഥലത്ത് നിന്ന് ഒരു തെളി നീരുറവ പ്രത്യക്ഷപ്പെട്ടു. അവിടെയുള്ള ഒരാൾ അന്ധനായിരുന്നു. ആ തെളി നീരുറവ കൊണ്ട് തന്റെ കണ്ണുകൾ രണ്ടും കഴുകിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും തനിക്ക് ലഭിച്ച ഈ അത്ഭുതത്തെ പറ്റി പട്ടണത്തിലുള്ള എല്ലാവരോടും വിവരിച്ചു പറയുകയും ചെയ്തു. പിന്നീട് ആ അത്ഭുത നീരുറവ തേടി ആളുകൾ എല്ലാം തിങ്ങിപ്പാർക്കുവാൻ തുടങ്ങി. ജീവൻ അറ്റുപോയ ഒരു നവജാത ശിശുവിന്റെ ജീവൻ തിരിച്ചു കിട്ടിയതോടെ ലൂർദിലെ മാതാവിന്റെ സാന്നിധ്യം തേടി ആളുകൾ പ്രവഹിക്കാൻ തുടങ്ങി. മാർച്ച് 25 ബർണദത്തയ്ക്ക് പ്രത്യക്ഷപ്പെട്ട അവസരത്തിലാണ് താൻ ആരാണെന്നും ലൂർദിലെ പ്രത്യക്ഷീകരണത്തിന്റെ ലക്ഷ്യമെന്താണെന്നും മാതാവ് സ്വയം വെളിപ്പെടുത്തിയത്. ഒരവസരത്തിൽ അവിടെ ഒരു ദേവാലയം പണിയുവാനും പ്രദക്ഷിണം നടത്തുവാനും സഭാധികാരികളോട് പറയണമെന്നും അവളോട് മാതാവ് ആവശ്യപ്പെട്ടു. ആ വർഷം 18 തവണയാണ് ബർണദത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ജൂലൈ 16 അവസാനമായി മാതാവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. നബേഴ്സിലെ കന്യാസ്ത്രീമാരുടെ ബോർഡിംഗ് സ്കൂളിൽ അവൾക്ക് പ്രവേശനം കിട്ടി. 1866 ജൂലൈയിൽ അവൾക്ക് സഭാവസ്ത്രം ലഭിച്ചു. 22 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു അവളുടെ അപ്പോഴത്തെ പ്രായം. സിസ്റ്റർ മരിയ ബർണദത്ത് എന്നായിരുന്നു പിന്നീട് അവൾ അറിയപ്പെട്ടിരുന്നത്. 1879 ബർണദത്തയുടെ ആരോഗ്യം തീർത്തും ക്ഷയിക്കാൻ തുടങ്ങി.
ഒടുവിൽ 1879 ഏപ്രിൽ 16 അവൾ ഇഹലോകവാസം വെടിഞ്ഞു. നെബേഴ്സിലെ കോൺവെന്റ് മഠത്തിൽ തന്നെ അവളെ സംസ്കരിക്കുകയും ചെയ്തു. അധികം താമസിയാതെ ബർണദത്തയുടെ ആഗ്രഹപ്രകാരം ആ ഗ്രോട്ടയുടെ അടുക്കൽ ഒരു ചെറിയ ദേവാലയം ഉയർന്നു. അന്നു മുതൽ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് അവിടെ വന്ന് സന്ദർശിച്ചത്. 1909 സെപ്റ്റംബർ 22 അവളുടെ മൃതദേഹം പുറത്തെടുത്തു. ശവപ്പെട്ടി തുറന്നപ്പോൾ അവളുടെ ശരീരം ജീർണിക്കാത്ത നിലയിൽ കണ്ടെത്തി. ലൂർദ് മാതാവിന്റെ അനുഗ്രഹത്താൽ ഇന്നും അനേകായിരം അത്ഭുതങ്ങൾ ലൂർദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയെ വിശുദ്ധ ബർണദത്ത നിലകൊള്ളുന്നു. ലൂർദിലെ നീരുറവയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളം അത്ഭുത സൗഖ്യത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹമാണ്. വിശുദ്ധ ബർണദത്ത തൂവെള്ള വസ്ത്രത്തിലാണ് മാതാവിനെ ദർശിച്ചത്. അതേ വിശുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതയാത്രയിലുടനീളം മാതാവിന്റെ നിറസാന്നിധ്യമുണ്ടെന്ന ബോധ്യത്തോടുകൂടി കണ്ണുകൾക്ക് പകരം ഹൃദയങ്ങൾ കൊണ്ട് മാതാവിനെ ദർശിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അർത്ഥപൂർണ്ണമാകും. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, കൊച്ചച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, മതാധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, കരുതലിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വിശ്വാസം കൈവിടാതെ ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുകയാണ് നാം ചെയ്യേണ്ടത്. എന്നെ നിക്ഷിപ്തമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ ഇടവകയെ ഒരു പിതാവ് എന്ന പോലെ നയിക്കുന്ന ഫാദർ തോമസ് ചെറുപറമ്പിൽ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. വികാരി അച്ഛനോടൊപ്പം നമ്മെ നയിക്കുന്ന കൊച്ചച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ അനുദിനം വഴി നടത്തുന്ന ഞങ്ങളുടെ പ്രിയ എച്ച്.എം. ജസീന സിസ്റ്ററിനെ നന്ദിയോടെ ഓർക്കുന്നു. മുള്ളുകൾ നിറഞ്ഞ വഴിയിൽ തളർന്നു പോകാതെ ഞങ്ങളെ കൈപിടിച്ച് പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടത്തുന്ന ഞങ്ങളുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സ്റ്റെല്ല ടീച്ചറിനും സിനി ടീച്ചറിനും റീജ ടീച്ചറിനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. മക്കളെ കൃത്യമായി വിശ്വാസത്തിൽ വളർത്താൻ
സഹായിക്കുന്ന മാതാപിതാക്കളെ നന്ദിയോടെ ഓർക്കുന്നു. പിന്നെ എല്ലാത്തിനുപരിയായി നിങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കുടുംബമായ അഗാപ്പയെ ഇത്രയും വിജയം ആക്കിയത് നിങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.